ഹലോ എക്സാമിനർ ഫാമിലി, നമുക്ക് പരീക്ഷയ്ക്ക് ഫസ്റ്റിലെ ആക്ടിവിറ്റി ഗതിവിധി ഏക് എന്ന് പറഞ്ഞു തരുന്നത് പുറമേ നിന്നൊരു പാരഗ്രാഫ് ആയിരിക്കും. ആ പുറമേ നിന്ന് തരുന്ന പാരഗ്രാഫിൽ നിന്നും നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു കഥയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ പാരഗ്രാഫിൽ തരുന്നത്. രാജുവും രാമുവും അങ്ങോട്ട് പോയി, അവരത് കണ്ടു, അവരിത് കണ്ടു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ പുറമേ നിന്നൊരു പാരഗ്രാഫ്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും, രാജു ആരാണ്, രാജു എങ്ങോട്ട് പോയി, രാജുവിന് എത്ര മക്കളുണ്ട്, അങ്ങനെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവും. അതായിരിക്കും നമ്മുടെ ഗതിവിധി ഏക്. ഒന്നാമത്തെ ആക്ടിവിറ്റി അതായിരിക്കും. കഴിഞ്ഞ വർഷവും നമ്മൾ അത് തന്നെയാണ് കണ്ടത്. 5ാം ക്ലാസ്സിലായപ്പോഴും നമ്മൾ അത് തന്നെയാണ് കണ്ടത്. 7ാം ക്ലാസ്സിലും മാറ്റമൊന്നും ഉണ്ടാവില്ല മക്കളെ. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അതായിരിക്കും. ഓക്കെ, പുറമേ നിന്നൊരു പാരഗ്രാഫ്. ആ ചോദ്യം മനസ്സിലാകണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്തറിഞ്ഞിരിക്കണം, ക്വസ്റ്റ്യൻ വേർഡ്സ് അറിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസിന്റെ മോഡൽസും അതുപോലെ എല്ലാ ചാപ്റ്ററും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് ഇന്ന് രാത്രി 7 മണിക്ക് സാറ് സെറ്റാക്കി തരും. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം, മറക്കാതെ ഇന്ന് രാത്രി 7 മണിക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ചാനലിൽ വരണം. നമുക്ക് മാരത്തോണിലൂടെ എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് ഹിന്ദി സെറ്റാക്കാം. നാളെ രാവിലെ നമുക്ക് മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടാവും. ആ ലൈവിൽ എന്ത് ചെയ്യുക, എല്ലാവരും അറ്റൻഡ് ചെയ്യുക. നമുക്ക് ഹിന്ദിയിൽ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ മക്കളെ, നിങ്ങളൊന്ന് നോക്കൂ ഇവിടെ. യെസ്, ക്യാ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാ എന്ന് പറഞ്ഞാൽ എന്താ, അത് തന്നെ. യെസ്, എന്ത്, അല്ലേ? അടുത്തത് കബ് എന്ന് പറഞ്ഞാലോ? കബ് എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നാണ് അർത്ഥം. കബ് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോൾ. കഹാം എന്ന് പറഞ്ഞാലോ? കഹാം എന്ന് പറഞ്ഞാൽ എവിടെ. കഹാം എന്ന് പറഞ്ഞാൽ എവിടെ. ക്യോം എന്ന് പറഞ്ഞാലോ? ക്യോം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്. എന്തുകൊണ്ട്. അടുത്തത് കേസേ. കേസേ എന്ന് പറഞ്ഞാൽ എങ്ങനെ. ഓക്കെ, ഈ 5 എണ്ണം എല്ലാവരും പഠിച്ചോ? എല്ലാവരും പഠിച്ചോ? യെസ്, എല്ലാവരും ഒന്ന് പറഞ്ഞേ. ക്യാ എന്ത്, കബ് എപ്പോൾ, കഹാം എവിടെ, ക്യോം എന്തുകൊണ്ട്, കേസേ എങ്ങനെ. ഇത് ചുമ്മാ പറഞ്ഞതല്ല, നമ്മുടെ ആദ്യത്തെ പാരഗ്രാഫിന് വേണ്ടി മാത്രമല്ല, നമുക്ക് പത്രവാർത്ത തയ്യാറാക്കാനുള്ള ഒരു ചോദ്യം ഉണ്ടാവും. പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ ഈ 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ പത്രവാർത്തയിൽ ഉണ്ടാവണം. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതാണല്ലേ. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ വേർഡ്സും അതിന്റെ മീനിങ്ങും പഠിക്കുക. പത്രവാർത്തയെ കൂടാതെ ആദ്യത്തെ ആക്ടിവിറ്റിക്കും നമ്മളിത് ഹെൽപ്ഫുൾ ആയിരിക്കും, ഈ ഒരു സംഭവം. ഓക്കെ, അങ്ങനെയെങ്കിൽ എല്ലാവരും ഈ കിത്ന എന്നതിന്റെ മലയാളം അർത്ഥം എന്താണെന്നുള്ളത് എല്ലാവരും എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ മാരത്തോണിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, മാക്സിമം ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് നമ്മുടെ മാരത്തോണിൽ കൃത്യം 7 മണിക്ക് തന്നെ വരിക.